എനിക്ക് അപ്പം ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി പോകുന്ന ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ അങ്ങോട്ട് എണീച്ചു, എന്നെ എണീപ്പിച്ചു. എങ്കിലും റൂം തുറന്ന് ആദ്യം പുറത്തേക്ക് കിടക്കുന്നത് ഞാനായിരിക്കും കേട്ടോ. കുറേ നേരം ഫോണിലൊക്കെ കളിച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങാം. ഇന്ന് പോകേണ്ട പ്രിപ്പറേഷനിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അമ്മ കിച്ചണിൽ തകർത്തി പണികളെടുക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളുടെ തിരക്കിലാണ്. രാവിലെ എണീച്ചപ്പോൾ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ എല്ലായിടത്തും. അവിടെ എവിടെയൊക്കെ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളിയായിരുന്നു കേട്ടോ. കൊള്ളിഷ്ടു ചായയും ചേട്ടന് ആദ്യം കൊടുത്തു. അത്ര കഴിക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് അതിൻ്റെ ബാക്കി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ആദ്യം ചേട്ടന് പോകണം, എന്നിട്ട് ഡോക്ടറെ കണ്ട് അഡ്മിറ്റ് എഴുതി വാങ്ങി അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോണത്. നേരത്തെ തന്നെ പോയിരുന്ന ഒരുപാട് നേരം അവിടെ ഇരിക്കേണ്ടി വരും. എങ്ങടെ പോണു പറ, എങ്ങടെ പോണു പറ, എങ്ങടെ പോണെന്ന് പറ. നീ പോന്നോ? എങ്ങടെ പോണ്? എവിടെ പോണ്? എവിടെ പോണ്? എന്നീനെ കൊണ്ടുവരാനോ? ആ അപ്പോൾ എൻ്റെ അഡ്മിറ്റ് ആകുമ്പോൾ എൻ്റെ അന്നത്തെ വെയിറ്റാണ് കേട്ടോ. 72 kg ആണുള്ളത്. ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ 72 കിലോനായിരുന്നു. അപ്പോൾ 1 കിലോ കൂടിയിട്ടാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും പോകുമ്പോഴത്തെ വെയിറ്റാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പോകുമ്പോൾ എല്ലാ ബെഡുകളും എടുത്ത് വെച്ചിട്ടുണ്ടാകും കേട്ടോ കാറിൽ. അത് പെട്ടെന്ന് ഡെലിവറി വേണ്ടി വന്നാലും അഡ്മിറ്റ് ആവേണ്ടി വന്നാലും വെച്ച് പേടിച്ചിട്ട് എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടാകും. അതിൽ കുറച്ച് സാധനങ്ങൾ, കുറച്ച് കവറുകളും കാര്യങ്ങളും വേണ്ടപ്പെട്ട സാധനങ്ങളും മാത്രമേ ഞാൻ തിരിച്ചെടുത്ത് വെച്ചു കിട്ടാം. പിന്നെ ഒരാഴ്ചയും കൊണ്ട് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇത് ആക്ച്വലി പഴയതാണ് വീഡിയോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എടുത്ത് വയ്ക്കാൻ ചേട്ടൻ വന്നിട്ട് വേണം എടുത്തേക്കാൻ വേണ്ടിയിട്ടാണ്. ശിവ ഭയങ്കര ഉത്സാഹത്തിലാണ് ഉണ്ണിയുടെ സാധനങ്ങൾ എടുത്തേക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഫൈനലി പിന്നീട് ഹോസ്പിറ്റലിൽ പോകണേൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ശിവയ്ക്ക് ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ എൻ്റെ മടിയിൽ ഇരുത്താൻ ബുദ്ധിമുട്ടാണ്, വയറുള്ള കാരണം. അപ്പോൾ സൈഡിൽ അവ ഒതുങ്ങിയിരുന്നു, ബാക്കിൽ പിന്നെ ഫുൾ സാധനങ്ങളായ കാരണം ഡിക്കിയിലും സീറ്റിലൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർ എന്താ പറയാമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. ഹോസ്പിറ്റൽ പണി നടക്കുന്ന കാരണം എല്ലായിടത്തും സ്ഥലമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പാർക്കിംഗ് ഒന്നും. അതേപോലെ തന്നെ എല്ലായിടത്തും മണ്ണ് കൂട്ടിയിട്ടേക്ക് പൊളിച്ചിട്ടേക്ക് അങ്ങനെ ഭയങ്കര ഇതൊക്കെയാണ് അവിടെ. അപ്പോൾ കഷ്ടിച്ച് പാർക്കിംഗ് കിട്ടി. അപ്പോൾ ഞങ്ങൾ റൂമിൽ രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റൂം കിട്ടിയിട്ടില്ല കേട്ടോ. റൂം വൈകുന്നേരം ആവും ചിലപ്പോൾ കിട്ടാൻ. അപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട്. തൽക്കാലം വാർഡിലാണ് കിടക്കുന്നത്. ഹാർട്ട് ബീറ്റ് നോക്കാൻ പോയപ്പോൾ ചെറിയൊരു എന്തോ ഇതുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു. സാധാ ചോറ് തന്നെയാട്ടോ കഴിച്ചത്. കഴിഞ്ഞ അമ്മ ഒന്നും കൂട്ടാക്കിയില്ല കഴിക്കാൻ. എനിക്ക് ടെൻഷനായി കാരണം അമ്മ ഒന്നും കഴിച്ചില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിച്ചു. പിന്നെ ഹാർട്ട് ബീറ്റ് നോക്കാനും ബി പി നോക്കാനും ഇടയ്ക്കിടയ്ക്ക് ലേബർ റൂമിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്, ചേട്ടെടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ നോക്കി വന്നപ്പോഴും ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ സിസ്റ്റർമാർ പോയി കഴിച്ചിട്ട് വരൂ കേട്ടോ, ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് പോകുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് റൂം കിട്ടി. കഴിഞ്ഞ തവണത്തെ റൂം ഭയങ്കര വലിയ റൂമാണ്. അത്ര ആ റൂമുകളൊക്കെ പൊളിച്ച കാരണം ചെറിയ റൂമായിട്ടൊക്കെ കിട്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല. വാർഡിൽ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുക നമുക്ക്. പിന്നെ ബൈ സ്റ്റാൻഡർക്ക് ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ, ചേട്ടന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് റൂം കിട്ടിയ ഭയങ്കര ആശ്വാസമായിട്ടാണ്. അപ്പോൾ രാത്രി ഇനി കഴിച്ചിട്ട് ബിരിയാണി ഓർഡർ ചെയ്യല്ല, ചേട്ടൻ പോയി വാങ്ങി. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മുടെ ഹെനക്കൊക്കെ നോക്കിയിട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡെലിവറി ആയ അന്നത്തെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ പറയാം കേട്ടോ.